കരാറുറപ്പുള്ള കേരളം ലോകമേ കാത്തിരുന്നു കാണുക കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം. മൊയ്തീൻ ചാപ്പാടി, MT മുഹമ്മദ് കുഞ്ഞാജി, E അബൂബക്കർ, അതുപോലെ തന്നെ KGCയുടെ മെമ്പർമാരെ, നമ്മളിവിടെ ഇന്ന് ഒന്നിച്ചു കൂടിയിരിക്കുന്നത് KGCയുടെ കാസർഗോഡ് ജില്ലാ സമ്മേളന വേദിയിലാണ്. നമ്മൾ സമയം ഒരുപാട് 10 മണിക്കാണ് MLA-മാരുടെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കരാറുകാരുടെ എല്ലാ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ നിന്ന് നയിക്കുന്ന ഒരു സംസ്ഥാന ലെവലുള്ള ഒരു സംഘടനയാണ് KGC. അന്ന് KGC ആയിരുന്നു. അന്ന് നമുക്കൊക്കെ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു KGC എന്ന സംഘടന. കാരണം വെച്ചെങ്കിൽ ഈ BDS അത് എത്രത്തോളം ശരിയാവും, അത് ശരിയല്ല, അതിൻ്റെ പൈസ, അതിൻ്റെ പലിശ കരാറുകാരിൽ നിന്ന് വഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ കണ്ണമ്പള്ളി സാർ കേട്ടതാണ്. സംഘം കൂടിയാണ്. പിന്നെ നമ്മുടെ 2 MLA-മാർ ഈ വേദിയിലുള്ളത് കൊണ്ട് അധ്യക്ഷൻ വഹിക്കേണ്ടത് നമ്മുടെ ജില്ലാ പ്രസിഡന്റ്. അദ്ദേഹത്തിന് അസൗകര്യം മൂലം നമ്മുടെ ബാങ്കിൻ്റെ പ്രസിഡന്റ് ആൾക്കാരും ഒരുടെ പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാണുന്ന വെച്ചെങ്കിൽ 5 ലക്ഷത്തിന് മുകളിൽ ബില്ല് ട്രഷറിയിൽ പാസ്സാവുന്നില്ല. അന്ന് ജില്ലാ പഞ്ചായത്തിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും BDS ഉണ്ട് എന്ന് പറയുന്നത് കാര്യങ്ങളൊക്കെ പോയി വരുമ്പോൾ മാസങ്ങളോളം എടുക്കുന്നുണ്ട്. അത് ഇതുവരെയും അത് ട്രഷറിയിലൊരു ഓർഡറായിട്ട് വന്നിട്ടില്ല. ഏതൊരു മെയിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ട്രഷറിയിൽ BDS അനുവദിച്ച് കൊടുക്കുന്നില്ല. നമ്മുടെ ഓഫീസിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിനോ BDS-ലേക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അലോട്ട്മെൻറ്റ് കിട്ടാത്തത് കാരണം ഇതുവരെ 5 ലക്ഷത്തിന് മുകളിലെ BDS അനുവദിച്ച് കിട്ടുന്നില്ല. കരാറുകാരെന്ന് വെച്ചെങ്കിൽ എല്ലാവരും ഇപ്പോൾ കാണുന്നുണ്ടാവും, നല്ല ഡ്രസ്സും ഷൂസും നല്ല ഇതായിട്ടൊക്കെ പോകുന്നുണ്ട്. കാരണം വെച്ചെങ്കിൽ അതൊക്കെ അവർ സാമ്പത്തികമായി വളരെയേറെ പ്രയാസത്തിലാണ്. പല കരാറുകാരുടെയും ഇന്ന് വീടുകളിൽ തന്നെ കടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ഒരുപാട് വായ്പ എടുത്തുകൊണ്ട് കോടികൾ നിക്ഷേപിച്ചുകൊണ്ടാണ് കരാറുകാർ പല പ്രവൃത്തികളും പൂർത്തീകരിച്ചത്. അതിനവർക്ക് റിട്ടേൺ കിട്ടിയില്ലെങ്കിൽ മാസങ്ങളോളം ബാങ്കിന് പല ജപ്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് കേരളം മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ ഈ അടുത്ത കാലം നടപ്പാക്കിയ E-ഓഫീസ് സംവിധാനം വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു സംവിധാനം കൂടിയാണ് E-ഓഫീസ്. ന്റെ അടുത്ത് പോകണം, എന്നിട്ട് ഡിവിഷനിൽ കൊണ്ടത് നമ്മൾ ഒപ്പിട്ടതിന് ശേഷം വീണ്ടും ട്രഷറിൽ സമർപ്പിക്കണം. ചിലപ്പോൾ അന്ന് ബില്ല് വിട്ട A ഉണ്ടാവില്ല, AX ഉണ്ടാവില്ല. ഇതൊക്കെ ഒരു പ്രശ്നങ്ങളായിട്ടാണ് വരുന്നുള്ളത്. അറിവില്ലായ്മ കൊണ്ട് എന്തല്ല വർക്ക് വന്ന് ഏറ്റെടുക്കുകയും ആ പ്രവൃത്തി ഉടനെ തുടങ്ങുകയും ചെയ്തു. പക്ഷെ ആ കരാറുകാരന്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു അശ്രദ്ധ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അതല്ല യഥാർത്ഥം സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മഴക്കാലമായിരുന്നു. ആ ചളിയം കൊടുന്ന പ്രദേശം എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. അത് ഒരുപാട് ചളികളുള്ള, അല്ലെങ്കിൽ എന്തിട്ടാലും താഴ്ന്നു പോകുന്നൊരു പ്രദേശം കൂടിയാണ്. അപ്പൊ അതിന്റെ ഉറപ്പിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ആ കരാറുകാരൻ തന്നെയായിരുന്നു. പക്ഷെ അതിന് വലിയൊരു രസകരമായ ഒരു സംഭവം എന്ന് വെച്ചാൽ അതിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം അദ്ദേഹത്തോട് പറയുകയുണ്ടായി, കോമ്പാക്ടിംഗ് റോളറുടെ ഉപയോഗിക്കാൻ പാടില്ല എന്ന്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ കുന്നുകളൊക്കെ ഇടിഞ്ഞ് താഴെ വീഴുന്നു. പിന്നീട് ആ കരാറുകാരൻ എന്ത് ചെയ്യുന്ന അപ്പൊ ആ ഇത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് വാദൂർ, നമ്മുടെ KGCയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് TA അബ്ദുറഹ്മാൻ ഹാജി അവർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി V ഹരിദാസ്, സംസ്ഥാന സെക്രട്ടറി KGCയുടെ രാജൻ, കുറിച്ചുള്ള നമ്മുടെ സ്വാഗത പ്രസംഗം നടത്തിയ മാർക്ക് മുഹമ്മദ് വളരെ വിശദമായി സംസാരിച്ചു. അതുകൊണ്ട് എനിക്കതിന് കൂടുതൽ ഇനിയും പറയാൻ നമ്മൾ ഒരേ വിഷയങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ MLA-മാർക്ക് പല സ്ഥലത്തെ പരിപാടിയിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് നമ്മൾ CH അവർക്ക് നമ്മുടെ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ കൂടാൻ വേണ്ടി തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നിരുന്നാലും നമ്മൾ ഈ നേരത്തെ മാർക്ക് മുഹമ്മദ് സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഒരു KGCയുടെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള ഒരു സൊസൈറ്റി നമ്മൾ രൂപം കൊടുത്ത് 2020
അന്ന് ചെർക്കളയിൽ വെച്ചിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട MLA എന്നെ നെല്ലിക്കുന്ന് അവർക്കാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇതിൽ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ കട്ടഞ്ചാലിലെ ജാസ്മിൻ അബ്ദുറഹ്മാൻ അതിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ അടിയിൽ നിലയിൽ തന്നെ നമുക്ക് അതിൻ്റെ സൗകര്യമായി ഒരുക്കി തരികയും അവിടെ നമ്മൾ വീണ്ടും 1 വർഷം കഴിയുമ്പോൾ അവിടെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2023-24 നമ്മുടെ ഇത് കഴിഞ്ഞിട്ടായിട്ടാകുമ്പോൾ നമ്മുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് 45 കോടിയോളം രൂപയുടെ ടേൺ ഓവർ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയിട്ടുണ്ട്. 2023-24 ഏകദേശം ഒരു 2 ലക്ഷത്തോളം രൂപ മെച്ചത്തിലേക്കാണ് നമ്മളിപ്പോൾ എടുത്തു വെച്ചിട്ടുള്ളത്, നമ്മൾ കാലെടുത്ത് വെക്കുന്നുള്ളത്. അതുപോലെ തന്നെ അനുബന്ധ നമ്മുടെ വേണ്ടുന്ന സൗകര്യങ്ങൾ നമ്മൾ അവിടെ ഒരു ലോക്കർ സംവിധാനം, സ്ട്രോങ് റൂം ഉണ്ടാക്കി, ലോക്കർ സംവിധാനങ്ങൾ ഉണ്ടാക്കി. അതുപോലെ ഒരുപാട് നമ്മൾ ഈ ലോൺ ഓൾ കേരള ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ടി അബ്ദുറഹ്മാൻ ഹാജി അടക്കം ഇവിടെ സന്നിഹിതരായിട്ടുള്ള സംസ്ഥാന ജില്ലാ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, അപ്പോൾ എൻ്റെ ഒരു സംശയം ഈ കരാറുകാർക്ക് എത്ര സംഘടന ഉണ്ട് എന്നതാണ്. നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവും, ഇതേ ഹാളിൽ 1 മാസം മുമ്പാണ് എന്ന് തോന്നുന്നു ഞാൻ ഒരു യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ സദസ്സിൽ ഇപ്പോൾ ഞാൻ കാണുന്ന മുഖങ്ങൾ തന്നെയായിരുന്നു കരാറുകാരുടെ ഒരു യോഗമുണ്ടായിരുന്നു. അപ്പം ഞാൻ കണ്ണമ്പള്ളിയോട് ചോദിച്ചു, അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ കണ്ണമ്പള്ളി പറഞ്ഞത് ഒരു എയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നാണ്. അത് ഓൾ കേരള ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷനാണ്. ഇത് ഓൾ എന്ന് ഒഴിവാക്കി കേരള ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷനാണ്. ആ യോഗത്തിൽ സ്വാഗതം പ്രസംഗിച്ച് അതിൻ്റെ നേതാവ് അന്ന് പറഞ്ഞത് ഇങ്ങനെ, ഓരോ അക്ഷരം എന്ന് പറയുന്നത് വെറും രാഷ്ട്രീയത്തിൻ്റെ പേരിൽ സംഘടിച്ചതല്ല, നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി സംഘടിച്ച സംഘടനയാണ്. അപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ പേരിലല്ല നിങ്ങൾ സംഘടിച്ചിട്ടില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നെ എന്തിനാണ് കരാറുകാർക്ക് ഇത്രയും സംഘടനകൾ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല എന്ന് ആർക്കും പറയാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട മാർക്ക് മുഹമ്മദ് കുഞ്ഞി അദ്ദേഹത്തിന് കിട്ടിയ അവസരം ശരിക്കും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഒരു പുതിയ കരാറുകാരനെ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. KSTP റോഡിൻ്റെ വർക്ക് ഏറ്റെടുത്തതിൻ്റെ പേരിൽ എനിക്ക് മാർക്കിനോട് പറയാനുള്ളത്, അദ്ദേഹം പുതിയ ഒരു കരാറുകാരൻ, ആ കരാറുകാരനെ ഇങ്ങനെ ബലിയാടിയാക്കിയതിൻ്റെ ഉത്തരവാദിത്തം പരിചയസമ്പന്നരായ മാർക്കിനെ പോലെയുള്ള കരാറുകാർക്ക് ഇല്ലേ എന്ന് നമ്മൾ ചിന്തിക്കുക. ആ കരാറുകാരന് ഒരു അനുഭവവും ഇല്ലാഞ്ഞിട്ടും ഒരു പരിചയവും ഇല്ലാഞ്ഞിട്ടും ആ പണി ഏറ്റെടുക്കാൻ തയ്യാറായത്. ആ പണി ഏറ്റെടുക്കുന്നതിന് മുമ്പ്, ആ പണി തുടങ്ങുന്നതിന് മുമ്പ്, ഇപ്പോൾ ഈ യോഗത്തിൽ ഇപ്പോൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെ എന്നെ പോലെയുള്ള ജനപ്രതിനിധികൾ നിരന്തരം വിളിക്കുമായിരുന്നു, നിങ്ങൾക്കൊന്നും കണ്ണ് കാണുന്നില്ല എന്ന് പോലും ചോദിച്ച ആളുകൾ. അപ്പോൾ അവസാനം ആരും ഏറ്റെടുക്കാത്ത സമയത്ത് ആ കരാറുകാരൻ ഏറ്റെടുത്തു. ഇപ്പോൾ 2 കിണറുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു, 2 കിണറുകൾ ഉണ്ടായിരുന്നു, വളരെ ഡീപ്പായിട്ട് അതിൻ്റെ അടിയിൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പം എന്ത് പണി ചെയ്താലും ആ വെള്ളം അവസാനം മേലോട്ട് വരുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ടാണ് അത് പണി പൂർത്തിയായതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇൻ്റർലോക്ക് ഇളകി വരാൻ തുടങ്ങിയത്. അപ്പം അത് കരാറുകാരനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യം. അവിടെ ഒരു സ്കൂട്ടർ അപകടത്തിൽ ഒരാൾ മരണപ്പെട്ടിരുന്നു. അപ്പോൾ നിരന്തരം വാർത്തകൾ ഇങ്ങനെ പത്രത്തിൽ വരുമായിരുന്നു. ഞാൻ അസംബ്ലി നടക്കുന്ന സമയത്ത് ഓരോ പത്രത്തിലും വന്ന പത്രങ്ങളുടെ കട്ടിങ്ങുകൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അദ്ദേഹത്തെ നേരിട്ട് ഏൽപ്പിച്ചു. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് 2 കോടി രൂപയാണ് ഈ കാസർഗോഡ് കാഞ്ഞങ്ങാട് KSTP റോഡിൻ്റെ അറ്റകുറ്റപ്പണിക്ക് സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. ഒരു നയാ പൈസ പോലും കൊടുത്തില്ല. അവസാനം ഈ പത്ര കട്ടിങ്ങുകളൊക്കെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മന്ത്രിയെ നേരിട്ട് ഏൽപ്പിച്ചപ്പോൾ 25 ലക്ഷം രൂപയാണ് ഈ ഒരു അറ്റകുറ്റപ്പണിക്ക് ഗവൺമെൻറ് നീക്കിവെച്ചത്. അപ്പോൾ അത് പണി ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്തിനാ ഇവിടെ പണി ചെയ്യുന്നു എന്നുള്ള ചോദ്യം. അപ്പോൾ അത് സംബന്ധിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മാർക്ക് തന്നെ എൻ്റെ മണ്ഡലത്തിലൊരു പണി ഏറ്റെടുത്തിട്ട് എത്രമാത്രം ദുരിതം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്, ഏതെല്ലാം ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് ഞാൻ അദ്ദേഹത്തെ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ
പണ്ടേ മുതലുള്ള ഒരു സിസ്റ്റമാണ്. ഇന്നിപ്പോൾ പത്രത്തിൽ നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും, മനോരമയിൽ ഫ്രണ്ട് പേജിൽ 2 ലക്ഷം ഫയലുകളാണ് തീർപ്പാക്കാതെ കെട്ടിക്കിടക്കുന്നത്. ഇന്നത്തെ പത്രത്തിലുള്ള പ്രധാനപ്പെട്ട വാർത്ത അതാണ്. മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്ത് 231 IAS വേണ്ടിടത്ത് വെറും 126 IAS ഇപ്പോൾ ഉള്ളത് നമ്മുടെ സംസ്ഥാനത്ത്. അപ്പോൾ ആ ഒരു സ്ഥിതിയാണ് നമ്മുടെ സംസ്ഥാനത്തിലുള്ളത്. ഫയലുകൾ നീങ്ങുന്നില്ല. ഇപ്പോൾ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞത് അതാണ്. നമ്മുടെ ജില്ലയിൽ തന്നെ ഒരുപാട് LSGD ഡിപ്പാർട്ട്മെൻറ്റിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഒരുപാട് ഒഴിവുകളുണ്ട്. ഒരു എഞ്ചിനീയർക്ക് 5-6 പഞ്ചായത്തിൻ്റെ ചാർജുണ്ട്. എല്ലാ പഞ്ചായത്ത് ഈ നിങ്ങളുടെ ഈ യോഗം നിയമസഭയിൽ നടക്കുന്ന അറിയാം. CH കുഞ്ഞമ്പ് പ്രസംഗിച്ച് പോയി, അദ്ദേഹം ഇവിടെ ഇല്ല. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ട്. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മുന്നണിയിലല്ല അദ്ദേഹം. അപ്പോൾ ഞാൻ നിയമസഭാ സമ്മേളനമാക്കി ഇതിനെ മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞത് നിയമസഭയിൽ നിങ്ങൾക്കറിയാം. ഭരണപക്ഷത്തുള്ള ഒരു MLA ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ അത് ശരിയായിക്കൊള്ളട്ടെ തെറ്റായിക്കൊള്ളട്ടെ അത് ന്യായീകരിച്ച് പറയുമ്പോൾ പ്രതിപക്ഷ MLA അത് ശരിയല്ല എന്ന് പറഞ്ഞ് ഖണ്ഡിക്കും. അതാണ് നിയമസഭാ യോഗമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ വസ്തുതകൾ നന്നായി അറിയാവുന്ന ആളുകളാണ് CH കുഞ്ഞമ്പും അതുപോലെ തന്നെ ഷാനവാസ് പാദൂർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കരാറുകാരുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ കരാറുകാരുമായി നല്ല ബന്ധത്തിലാണ് ഇവിടുത്തെ എല്ലാ MLA-മാരും. അവരുടെ എല്ലാ പ്രശ്നങ്ങളും നന്നായിട്ടറിയാം. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജില്ലയിലെ കരാറുകാർ എന്ന് പറയുന്നത് ഒരു കാലത്ത് നല്ല സൽപ്പേരുണ്ടായിട്ടുണ്ട്. നമ്മുടെ കരാറുകാർ എന്ന് പറയുമ്പോൾ കേരളത്തിലെ പരിശോധന നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ ആദ്യമായി UDF-ന്റെ സ്ഥാനാർത്ഥിയായി ഈ കാസർഗോഡ് മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ എന്നെ മാറ്റിയെടുക്കാൻ സാധിച്ചു. ആ അവസ്ഥ മാറ്റിയെടുക്കാൻ സാധിച്ചത് MLA എന്ന നിലയിൽ എൻ്റെ മിടുക്ക് കൊണ്ടല്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ അത് മാറ്റിയെടുക്കാൻ സാധിച്ചത് ഈ ജില്ലയിലെ പ്രമുഖ കരാറുകാരൊക്കെ കാണിച്ചിട്ടുള്ള ഇച്ഛാശക്തിയാണ്. ആ കരാറുകാരന് ഈ പ്രശ്നത്തിന് കാസർഗോഡ് ജില്ല, പ്രത്യേകിച്ച് കാസർഗോഡ് മണ്ഡലം 30 വർഷക്കാലമായത്. നമ്മൾ വേനൽക്കാലമാകുമ്പോൾ ജനപ്രതിനിധികൾ നാട് വിട്ട് ഓടാൻ തന്നെ ജനപ്രതിനിധികൾക്ക് തോന്നിയിരുന്നു. അങ്ങനെയുള്ള ഒരവസ്ഥയായിരുന്നു. ഉപ്പുവെള്ളം എല്ലാ വീടുകളിലും ഉപ്പുവെള്ളം. ആ അവസ്ഥ ഇന്ന് ഉപ്പുവെള്ളം നമ്മൾ കേൾക്കാൻ തുടങ്ങിയതിൻ്റെ കാലം ഏറെയാണ്. ഇന്ന് ഒരു പ്രശ്നമില്ല ഉപ്പുവെള്ളത്തിന്. ആ ഒരു അവസ്ഥക്ക് പരിഹാരം കണ്ടെത്തിയത് ഈ ജില്ലയിലെ ചില കരാറുകാരെ കാണിച്ചിട്ടുള്ള ഇച്ഛാശക്തിയാണ്, അവരുടെ ആത്മാർത്ഥതയാണ്, അവരുടെ പ്രതിബദ്ധതയാണ്. അവർ ആ കരാറുകാരന് അത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെയുള്ള കരാറുകാർ നമ്മുടെ ജില്ലയിലുണ്ട്. സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന കരാറുകാർ, നല്ല പേര്. ഞാൻ ഈ പറഞ്ഞ കരാറുകാരന് മാത്രമല്ല, അങ്ങനെയുള്ള ഒരുപാട് കരാറുകാർക്ക് നല്ല പേര് ഈ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ആ പേര് നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ എന്നതിനോട് ഞാൻ 100% യോജിക്കുന്നു. കരാറുകാർക്ക് ബില്ല് കിട്ടുന്നില്ല. പലരുടെയും വീടുകളിലെ ഭാര്യമാരുടെയും അതുപോലെ തന്നെ പെങ്ങന്മാരുടെയൊക്കെ സ്വർണ്ണം ഇന്ന് പല ബാങ്കുകളിലുമായിരിക്കുമെന്ന കാര്യവും നമുക്ക് എല്ലാവർക്കും. പക്ഷെ എൻ്റെ ഒരു ചോദ്യം, ഇതേ കരാറുകാർ നാളെ ഇപ്പോൾ പുതിയ ഒരു വർക്കിൻ്റെ ടെൻഡർ ഉണ്ട് എന്ന് വിചാരിക്കുക, ഇതേ കരാറുകാർ ആ ടെൻഡർ വിളിക്കില്ലേ എന്നതാണ് എൻ്റെ ചോദ്യം. ഇതേ കരാറുകാർ ഇപ്പോൾ നിങ്ങളുടെ എല്ലാ വീടുകളിലും ഇപ്പോൾ പൊന്ന് ബാങ്ക് പണയത്തിലാണ്, നിങ്ങൾ കടക്കണിയിലാണ്, നിങ്ങളെടുത്ത പഴയ പ്രവൃത്തിയുടെ ബില്ലുകൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല. നാളെ 2-3 പുതിയ വർക്കുകളിൽ നമ്മുടെ ജില്ലയിൽ ടെൻഡർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക, നിങ്ങൾ ആ ടെൻഡറിൽ പോയി വീഴും. അപ്പോൾ ഈ ഇപ്പോഴത്തെ കരാറുകാരുടെ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത്, ഒരു വർക്ക് ഏറ്റെടുക്കും, തുടങ്ങിയിട്ട് അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് 2ാമത്തെ വർക്ക് ഏറ്റെടുക്കും, 2ാമത്തെ വർക്ക് ഒന്ന് തുടങ്ങി വെക്കും, എന്നിട്ട് അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് 3ാമത്തെ വർക്കിന് പോയി വീഴും. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ മണ്ഡലത്തിൽ എനിക്ക് ഈ പൊതുമരാമത്ത് വകുപ്പ് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ എൻ്റെ ആസ്തി വികസന ഫണ്ടുമായി ബന്ധപ്പെട്ട് എനിക്ക് എന്തെങ്കിലും ദുഷ്പേര് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്നോട് ഏറ്റവും കൂടുതൽ ബന്ധം പുലർത്തുന്ന ഞാനുമായി എപ്പോഴും നിരന്തരമായി ബന്ധം പുലർത്തി നിങ്ങളുടെ സാധനമൊക്കെ രാവിലെ 11 മണിയാകുമ്പോൾ തീർന്നില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഇവിടെ വരുന്ന എൻ്റെ കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ അവരോട് സാധനം ഇല്ല എന്ന് പറയാൻ ഒരാളെ ഇവിടെ വേണ്ടത്. ഞാൻ ബഹുമാനമായിട്ട് ധനകാര്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറഞ്ഞ്, അതുപോലെ തന്നെയാണ് അതിനാണ് നിങ്ങളുടെ ട്രഷറി. നിങ്ങൾ ട്രഷറി തുറന്ന് വെക്കുന്നത്
ഇനി വരുന്ന ആളുകൾ ഇവിടെ ഒരു നയാ പൈസ പോലും ഇല്ല എന്ന് പറയാനാണ് എന്ന് ഞാൻ മന്ത്രിയോട് പറഞ്ഞു. അത് അദ്ദേഹത്തിന് കൊള്ളേണ്ട അടുത്ത് കൊണ്ടു. ഇപ്പൊ എന്നോട് എവിടെ കണ്ടാലും നമ്മുടെ ധനകാര്യമന്ത്രി എന്നോട് ചോദിക്കാറുള്ളത് നിങ്ങളുടെ നാട്ടിൽ ആ ഹോട്ടൽ എങ്ങനെയുണ്ട് എന്നാണ്. അപ്പൊ അതാണ് മന്ത്രിയുടെ ഈ ട്രഷറി 24 മണിക്കൂറും തുറന്ന് പ്രവർത്തിക്കുന്നത് എന്നുള്ള മന്ത്രിയുടെ പറച്ചിലെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് അറിയാം. ആ കിഫ്ബിയെ കുറിച്ച് സി.എച്ച്. കുഞ്ഞമ്പോ ഹ്രസ്വമായ വാക്കുകളിൽ കിഫ്ബിയെ കുറിച്ച് പറഞ്ഞു. കിഫ്ബി വന്നതുകൊണ്ട് ഈ അസംബ്ലിയിലും ഞങ്ങളൊക്കെ കിഫ്ബിയെ വിമർശിക്കുമ്പോൾ മന്ത്രിമാരും ഒക്കെ പറയുന്നത് കിഫ്ബിയെ നിങ്ങൾ വിമർശിക്കും. നിങ്ങളുടെ നാട്ടിൽ കിഫ്ബി മൂലം വന്ന കിഫ്ബി വഴി വന്ന പ്രവർത്തികൾ തുടങ്ങുമ്പോഴും അതിൻ്റെ ഉദ്ഘാടനം നടക്കുമ്പോഴൊക്കെ MLA-മാരുടെ ഫ്ലക്സ് ബോർഡ് വെക്കാനും നിങ്ങൾക്ക് വലിയ താല്പര്യമാണ് എന്ന് ഞങ്ങളോട് പറയും. കിഫ്ബിയെ കുറിച്ച് എനിക്ക് പറഞ്ഞാൽ കിഫ്ബി വന്നതുകൊണ്ട് നാട്ടിലെ ഒരുപാട് പ്രവർത്തികൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന പരിചയപ്രജ്ഞരായ കരാറുകാർക്ക് നല്ലതുപോലെ അറിയാം കിഫ്ബിക്ക് അതിൻ്റെതായ ന്യൂനതകളുണ്ട്, അതിൻ്റെതായ പോരായ്മകൾ കിഫ്ബിക്കുണ്ട്. ഈയിടെ ഇപ്പോൾ കേരളത്തിലെ ഈ കിഫ്ബിക്ക് വേണ്ടി ഒരു ബൈറ്റ് എടുക്കുകയാണ്. ഇപ്പൊ എൻ്റെ അടുത്തും പറഞ്ഞു ബൈറ്റ്. അപ്പോൾ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഒരു ബൈറ്റ് കൊടുക്കുമ്പോൾ അതും ഗവൺമെന്റാണ് ആ ബൈറ്റ് എടുക്കുന്നത്. ആ ബൈറ്റ് എടുക്കുമ്പോൾ സാധാരണ MLA-മാരിൽ അവർ പ്രതീക്ഷിക്കുന്നത് കിഫ്ബിയെ കുറിച്ച് നല്ലത് പറയണമെന്നാണ്. ഞാൻ ആ വന്ന ടീമിനോട് ഞാൻ തുറന്നു പറഞ്ഞു, ഞാൻ എൻ്റെ ബൈറ്റ് തരാം, പക്ഷേ കിഫ്ബിയെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഞാൻ നല്ലത് പറയും, ചീത്തയും പറയും. നല്ലത് മാത്രം നിങ്ങൾ ഉൾക്കൊള്ളിച്ച് ഞാൻ പറയുന്ന മറ്റു കാര്യങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ബൈറ്റ് തരാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. അവരവനാണെങ്കിൽ ബൈറ്റ് വേണ്ട. അപ്പൊ കിഫ്ബിയെ കുറിച്ച് നല്ലത് പറയുകയാണെങ്കിൽ ബൈറ്റ് വേണം, കിഫ്ബിയുടെ ന്യൂനതകൾ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ബൈറ്റ് വേണ്ട എന്ന് പറഞ്ഞത്. അപ്പോൾ മലപ്പുറത്ത് നിന്ന് 2-3 MLA-മാർ എന്നെ വിളിച്ചു. അവരടുത്തും പോയി, അവരും ഇങ്ങനെ തന്നെ പറഞ്ഞു ബൈറ്റ് തരാം, ഞങ്ങൾ മെരിറ്റും പറയും ഡിമെരിറ്റും പറയും. അപ്പോൾ പറഞ്ഞ് മെരിറ്റ് മാത്രം പറയുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ബൈറ്റ് മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് കിഫ്ബിയെ സംബന്ധിച്ച് എനിക്ക് ഇപ്പോൾ അടുത്ത് എൻ്റെ മുന്നണി ഭരണത്തിൽ വരാൻ പോകും എന്നുള്ള ഒരു വിവരം പ്രതിപക്ഷത്തെ MLA തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ആ സന്തോഷം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് നിങ്ങളുടെ ഈ സമ്മേളനം വളരെ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. ശേഷം ഗവൺമെൻറ് പ്രയോറിറ്റിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയതായിട്ട് നിങ്ങൾ നന്നായിട്ടാണ്. സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്ക് മുൻഗണന കൊടുക്കുമ്പോൾ നിർമ്മാണ പ്രവർത്തന മേഖലയിൽ അല്പം കുറവ് വരുമെന്നത് ഒരു സ്വാഭാവികമാണ്. വളരെ നിഷേധാത്മകമായ നിലപാട് അത് നമ്മുടെ എല്ലാ മേഖലകളെയും സ്തംഭിപ്പിച്ചിട്ടുണ്ട്. കിഫ്ബി വന്നപ്പോൾ ആ കിഫ്ബിയിലൂടെ ധാരാളം പ്രവർത്തനങ്ങൾ നടന്നു. ആ പല പ്രവർത്തികളും ഏറ്റെടുത്ത് നടത്തിയവരാണ് നിങ്ങൾ. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കിഫ്ബി വാങ്ങിയ കടം കൂടി പൊതുകടത്തിൻ്റെ ഭാഗമാക്കി കടം വാങ്ങാനുള്ള സീലിംഗ് ലിമിറ്റ് കഴിഞ്ഞു എന്ന നിലയിൽ ഓർഡർ ഇറക്കി. അതോടുകൂടി പിന്നീട് കിഫ്ബിയുടെ പ്രവർത്തനം നിലച്ചു. നികുതി പിരിവിലൂടെയുള്ള GST വന്നതോടുകൂടി നികുതി പിരിവിലൂടെയുള്ള വരുമാനം അതിൻ്റെ മുഖ്യ പങ്കാളിത്തം കേന്ദ്രത്തിനായതോടുകൂടി നികുതി വരുമാനവും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. പിന്നെ ഏത് പണമാണ് ആശ്രയിക്കേണ്ടതെന്നാണ് പ്രശ്നം. ഗ്രാൻഡില്ല, നികുതി വിഹിതത്തിൻ്റെ ഷെയർ കൃത്യമായി ലഭിക്കുന്നില്ല, പണം വാങ്ങാൻ അനുവദിക്കുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേക സംവിധാനമുണ്ട്. നമ്മുടെ സംസ്ഥാനത്തുണ്ടായ ദുരന്തം ഏറ്റവും സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ദുരന്തമായിരുന്നു എന്ന് നമുക്കെല്ലാം പറയാം. ആ ദുരന്തത്തെ പോലും അതിന് അർഹിക്കുന്ന പരിഗണന അർഹിക്കുന്ന അത്ര തുക പോലും നൽകാത്ത നിലയിലാണ്. സ്വാഗതം പ്രാസംഗികൻ താൻ അനുഭവപ്പെടുന്ന എല്ലാ പ്രയാസങ്ങളും പ്രസംഗത്തിലൂടെ പറഞ്ഞു. കുറച്ചും കൂടി പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ നാളെ ഇരിക്കുന്നതുകൊണ്ട് നമ്മുടെ സമയം കൊണ്ടാണ് സ്വാഗതം പ്രാസംഗം വേഗം നിർത്തിയതായിട്ട് തോന്നുന്നു. അത്രയും കാര്യങ്ങൾ നിങ്ങൾ പറയാൻ സങ്കീർണമാണ് പ്രശ്നമെന്ന് ഞങ്ങൾക്കറിയാം. കരാറുകാരെ സംബന്ധിച്ച് പറയാനുള്ളത് ഈ സാമ്പത്തിക പ്രതിസന്ധി തന്നെ ശരിയാണ്. ജോലിയോട് ഒരു ആത്മാർത്ഥത പ്രവർത്തനം, നീതി പുലർത്തണം, കൃത്യമായി പൂർത്തീകരിക്കുന്നത്. ഇത് അനുഭവിക്കുന്നത് ജനപ്രതിനിധികളാണ്, പ്രത്യേകിച്ച് MLA-മാർ വല്ലാണ്ട് അനുഭവിക്കുന്നത്. അത് നിങ്ങൾക്ക് ഞാനൊന്നും പറയാം, ഇതൊക്കെ പക്ഷെ അതിനൊന്നും മാത്രമല്ല അല്ലെങ്കിൽ ചില സംഭവം നടക്കുന്നത്. ആ നിലയിലേക്ക് നമ്മൾ സ്വയം മാനസികമായി മാറണം.
ഇങ്ങനെ കാട്ടിക്കൂട്ടി ഒപ്പിക്കുക എന്ന നിലയിൽ അവർ വരുന്നത്. അങ്ങനെ വന്നാൽ മാത്രമേ ആ രംഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംഭാവന ചെയ്യാൻ സാധിക്കും. ആ നിലയിലെല്ലാം കുറേ മാറ്റങ്ങൾക്ക് നമ്മൾ വിധേയമാകുന്നുണ്ട്. ഇതൊരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു സംശയം വേണ്ട. എന്നെ നാളെ UDF വന്നാൽ ഒരു മാറ്റം വരാൻ പോകുന്നത്, ഭയങ്കര മാറ്റം വരാൻ പോകുന്നത് എന്നെ ശ്രമിച്ചു പറയാൻ പോകുന്നത് ഞാൻ പറഞ്ഞുതരാം. പിണറായി വിജയൻ സാർവസ്വവും തകർത്ത് കടന്മാർ ഈ കേരളത്തെ കുടിച്ചിട്ട് പോയി ഞാൻ തകട്ടെ തവള എന്നേ പറഞ്ഞു. ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത്ര പ്രതിസന്ധിയാണ് കേരളത്തെ സൃഷ്ടിച്ചത്. അത് UDF നോക്കിയില്ല. കേരളത്തിൽ ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന നിലപാട് ഇതുപോലെ തുടരുകയാണ്. കേന്ദ്ര സംസ്ഥാന ഇതുപോലെ തുടരുകയാണ്. ഫെഡറൽ സംവിധാനത്തോടുള്ള സമീപനം കേന്ദ്രം ഇതുപോലെ തുടരുകയാണെങ്കിൽ UDF ആയാലും പ്രശ്നം ഗുരുതരം തന്നെയാണ് കേരളം. അതുകൊണ്ട് UDF വന്നാലും തൽക്കാലം എന്ന് നിങ്ങൾ നല്ല ആലോചിച്ചോളൂ. നമ്മളെല്ലാവരും കുറച്ചാൾ എനിക്കൊക്കെ കുറച്ചാൾ UDF ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു എഫായിട്ട് കാര്യമില്ല. സംഗതി തന്നെ അത്ര ഗുരുതരമാണ് കേരളത്തിൻ്റെ സ്ഥിതിവിശേഷം എന്നാണ് പറയാനുള്ളത്. വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, പക്ഷേ സമയം ദൗർബല്യം കൊണ്ട് ഞാൻ പറയുന്നില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും കൂടി പറയും. ജനങ്ങൾക്ക് 10-15-20 മിനിറ്റ് വളരെ നമ്മളുടെ ഉൾപ്പെടാറുണ്ട്. കുറേ പ്രവൃത്തികളുണ്ട് എൻ്റെ മണ്ഡലത്തിൽ. എടുത്തവരോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത് പിന്നെ സ്പീഡ് തീർക്കുന്നുണ്ട്. ഇത് 1.5 കൊല്ലം ഞാനുള്ളൂ. 1.5 കൊല്ലം കഴിഞ്ഞ് ഞാൻ പിന്നെ മത്സരിക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് അതിന് മുന്നേ പരമാവധി തീർക്കുന്നുണ്ട്. ഒരു പരമാവധി തീർക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിൽ എല്ലാവിധ ആശംസകളും എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. വെന്നച്ച പറഞ്ഞൊരു കാര്യം, അതായത് ഭാര്യയുടെയും പെങ്ങളെയും എല്ലാം സ്വർണം ബാങ്കിലാന്നുള്ളത്. ആ സിറ്റുവേഷനിൽ പുതിയൊരു ടെൻഡർ വന്നാൽ നിങ്ങളത് വോട്ട് ചെയ്യൂലേ എന്ന് ചോദിച്ചു. അതെന്തുകൊണ്ട് വോട്ട് ചെയ്യുന്നതെന്ന് എന്നുവെച്ചാൽ മനസ്സിലാക്കിയില്ല. ഒരു കരാറുകാര ബേസിൽ നിന്ന് വന്നതുകൊണ്ട് ഞാൻ പറയുന്നത്, ഓൾറെഡി കടത്തിലുണ്ട്. അടുത്തൊരു വർക്ക് പരമാവധി ലോ കോട്ട് ചെയ്ത് ആ വർക്ക് ഏറ്റെടുത്ത് അതിൻ്റെ എഗ്രിമെൻ്റ് വെച്ച് അത് കൊണ്ടുപോയി പുതിയ ഓടി എടുത്തിട്ട് വേണം നിലവിലുള്ള വർക്ക് ഇവർക്ക് ചെയ്യണമെങ്കിൽ. അതുകൊണ്ടാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും ടെൻഡർ ഇവർ കോട്ട് ചെയ്തിട്ട് വരുന്നല്ലാതെ കൂടുതൽ വർക്ക് വേണം എന്നുള്ള ആഗ്രഹത്തിൽ. അതെ അതെ അപ്പോൾ ആ ഉദ്യോഗമായിട്ട് വരുന്നു. പിന്നെ എന്നെ അവസാനം പറഞ്ഞ് നിർത്തിയെടുത്ത് ഞാൻ പറഞ്ഞു നിർത്താം. അടുത്തൊരു ഭരണമാറ്റം വരാൻ പോവുക. പിന്നെ നമ്മൾ ഇത് കുഞ്ഞമ്പോട്ടനും പറഞ്ഞ് ഇപ്പം എന്നെ ചാവും പറഞ്ഞ് ഭരണമാറ്റം വരാൻ പോകുന്നു. അത് കുഞ്ഞമ്പോട്ടൻ പറഞ്ഞതുപോലെ ഏത് എഫ് വന്നാലും ഒരു മാറ്റവും വരൂല എന്ന രീതിയിലാവാതെ ഈ ഭരണമാറ്റത്തിന് ശേഷമെങ്കിലും നമ്മുടെ പ്രശ്നം അത് തീരണം എന്ന് ഏറ്റവും ആത്മാർത്ഥമായി ആശംസിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇന്ന് വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം നമ്മുടെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞൊരു വാക്ക് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അതായത് LSTDയിലേക്ക് പോയി കഴിഞ്ഞാൽ പിച്ചക്കാരോടുള്ള രീതിയിലുള്ളൊരു സമീപനമാണ്. അതേതായാലും നമ്മൾ ഈ ഉള്ളത് നല്ലത്. ബില്ല് വാങ്ങിക്കാനോ മറ്റോ ഓഫീസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്, PWDയിലത്തെ കാര്യം പറഞ്ഞില്ല, LSTD എന്നാണ് അപ്പോൾ കൃത്യമായി പറഞ്ഞത്. പിച്ചക്കാരോടുള്ള ഒരു സമീപനമാണ് ഉദ്യോഗസ്ഥർ കാണിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ 8 വർഷത്തോളമായി ഞാൻ ജില്ലാ പഞ്ചായത്തിൽ. അപ്പോൾ എൻ്റെ ഈ കൂട്ടുകാരില്ലെങ്കിൽ എൻ്റെ ഈ കുടുംബക്കാർ, എൻ്റെ ഈ സഹോദരന്മാർ പല പ്രശ്നങ്ങളും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. നേരത്തെ ഇവർ സൂചിപ്പിച്ചതുപോലെ കൈയോടെ ഒന്നിച്ചു പോയി ശരിയാക്കാനുള്ള ശ്രമവും നടത്തുക. തീർച്ചയായും അത് ഞാൻ അവിടെ സൂചിപ്പിക്കും. എന്നാലാവുന്ന രീതിയിൽ അതിനൊരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കും. പിന്നെ കരാർ എടുക്കുന്ന കാര്യം പറയുന്നത്, നമ്മുടെ ബദിയടുക്കെന്ന് വരുന്ന റോഡിൽ അതിൻ്റെ പ്രവർത്തനം കുറച്ചു കാലം മന്ദഗതിയിലായിരുന്നു. നേരത്തെ എന്നെ സൂചിപ്പിച്ച് ഞങ്ങൾ 2 മുന്നണി എന്നുള്ള ആൾക്കാരാണ്. പക്ഷെ ആ കാര്യത്തിൽ അന്ന് ആ സമരവും കാര്യങ്ങളും ആടെയുള്ള പ്രസംഗങ്ങളും കേട്ടിട്ട് ഞാൻ എന്നെ സൈഡിൽ നിന്ന ഒരാളാണ്. കാരണം ജനപ്രതിനിധി ആയതുകൊണ്ട് ഒരു വർക്ക് കൊണ്ടുവരാൻ ഇപ്പോൾ ഗവൺമെൻറ് തലത്തിൽ പിന്നെ MLAക്ക് ഒരുപാട് ശ്രമം നടത്തേണ്ടതായിട്ട് വരും. ആ വർക്ക് കൊണ്ടുവന്ന് ടെൻഡർ ഏറ്റെടുത്തതിന് ശേഷം അത് പകുതിയായി പോയി കഴിഞ്ഞാലും നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ ഓഫീസർമാരടുത്ത് പോയാൽ അത്തരത്തിലുള്ള സമീപനമാണെന്ന്. അത് കഴിഞ്ഞ് വർക്ക് നിങ്ങൾ തുടങ്ങിയില്ലെങ്കിൽ അത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനൊരു വിഷയം കൂടിയുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരാഴ്ച മുമ്പാണ് മറ്റേ സംഘടനയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നത്. ആ മീറ്റിങ്ങിൽ ഞാൻ സൂചിപ്പിച്ചു,
അതായത് നിങ്ങൾ പലതരത്തിൽ നിങ്ങൾ സഹായിക്കുന്നുണ്ട്, പക്ഷേ സാമ്പത്തിക പ്രശ്നം കാരണം അത്തരത്തിലുള്ള വർക്കുകൾ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ഫോർമുല ആക്കിക്കൊണ്ട് ആ വർക്ക് പൂർത്തീകരിക്കാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഈ സംഘടനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് പിന്നെ ഇനിയും കൂടുതലായൊന്നും പറയുന്നില്ല. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നാളെയുടെ നല്ല പ്രതീക്ഷയോടുകൂടി എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ജയ് ജയ്. ഒരു കാലഘട്ടമാണ് നമ്മുടേത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒന്നോ രണ്ടോ കാര്യങ്ങൾക്ക് മറുപടി തന്നതുകൊണ്ടോ ഒന്നോ രണ്ടോ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചതുകൊണ്ടോ നമുക്ക് ഈ തൊഴിലുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം. കാരണം നമ്മളൊരു കരാർ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് കരാറുകാർ എല്ലാം പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധി പരിഹരിക്കണമെങ്കിൽ കേരളത്തിൽ നയപരമായി എല്ലാവരും ശ്രദ്ധിക്കണേ, നയപരമായി വലിയ മാറ്റം വരുത്താനുള്ള ഒരു സംവിധാനം ഉണ്ടാകും. ഞാൻ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അതിൻ്റെ ഘടന തന്നെ മാറ്റണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ഇന്നിപ്പോൾ ഞാൻ എൻ്റെ ഓർമ്മയിരിക്കുന്നു, അതിൻ്റെ തീരുമാനങ്ങൾ സംസ്ഥാന കമ്മിറ്റി എടുത്തിട്ടില്ല. അത് ജനുവരി 1-ാം തീയതി കൂടി അത് തിരുവനന്തപുരത്ത് നല്ലൊരു സമ്മേളനം നടത്തി അത് പ്രഖ്യാപിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു പ്രാഥമിക ചർച്ച എന്ന നിലയിൽ മാത്രമാണ് ഞാൻ ഈ പ്രസംഗത്തെ അല്ലെങ്കിൽ ഈ ചർച്ചയെ ഇവിടെ കാണുന്നത്. ഇതൊന്നെല്ലാം കൊടുത്തേക്ക് പിടിച്ചുകൊണ്ട് വരുമാനത്തിന് കുറവില്ല, വരുമാനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ഒരു കരാറുകാരനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷത്തെ കിട്ടിയ ആ പ്രോഫിറ്റ് ഈ വർഷം കിട്ടിയാൽ അവന് നിലനിൽക്കാൻ കഴിയില്ല, അത് വർദ്ധിപ്പിക്കണം. അപ്പം അതിനുള്ള ധാരാളം അവസരങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതുകൂടി ഒന്ന് ഏറ്റെടുക്കാനായിട്ട് നമ്മുടെ ആളുകൾ തയ്യാറാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിലാദ്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നിർമ്മാണ വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് തൊഴിലുകളുണ്ട്. ഇതുപോലെ അനുബന്ധ വ്യവസായങ്ങൾ, പ്രൊഡക്ഷൻസ് ഒക്കെ ഉണ്ട്. അതിലേക്ക് നമുക്ക് കടന്നു വരാം. അതുപോലെ കൃഷി എന്ന് പറയുന്നത് ഒരു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും ഇപ്പം നമ്മുടെ ആഗോള ഷെയർ എന്ന് പറയുന്നത് 1% ഇന്ത്യയുടെ കയറ്റുമതി എന്ന് പറയുന്ന കാർഷിക കയറ്റുമതി 1% അത് എത്രയോ വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം കയറ്റുമതിക്ക് അനുയോജ്യമായ കാർഷിക ഉൽപ്പന്നങ്ങൾ അത് സൃഷ്ടിക്കാൻ നമുക്ക് കഴിയണം. ഒരു വലിയ മേഖലയാണ് നമ്മുടെ രാജ്യത്ത്, നല്ല പൊട്ടൻഷ്യലുള്ള ഒരു മേഖലയാണ് ടൂറിസം. ഫാം ടൂറിസം ഉണ്ട്, ഹോം സ്റ്റേകൾ ഉണ്ടാക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടി നമുക്ക് കടന്നു വരാൻ പറ്റും. പിന്നെ ഇതല്ലാതെ മറ്റോരോരുത്തർക്കും പറ്റുന്ന തരത്തിലുള്ള വ്യവസായങ്ങളുണ്ട്. ഇതിന് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഒരു 1000 എൻ്റെ ഒരു പ്രതീക്ഷയിലെ 1000 സ്റ്റാർട്ടപ്പുകൾ കരാറുകാരോ അവരുടെ കുടുംബങ്ങളോ അവരുടെ മക്കളോ മാത്രം കൂടി മുൻകൈ എടുത്താൽ പോലും നമുക്ക് ഈ പറയുന്ന പോലെ ബിലോയിൽ പങ്കെടുക്കേണ്ട ഗതികളുണ്ടാവില്ല. നമുക്ക് മറ്റൊരു വരുമാനം ആരും മരിക്കാൻ ഇറങ്ങുകയില്ല. ഇത് തൊഴിലിൽ വേണം ഓടി നശിക്കാൻ വേണ്ടി ഓടിയെടുക്കാൻ വേണ്ടി പിന്നെ നശിക്കുക എന്നുള്ള ആ രീതിക്ക് മാറ്റം വരുത്തണം. അപ്പം അതുകൊണ്ട് ഞാനീ പറഞ്ഞത് ചുരുക്കി ഭാഗങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. വളരെ നേതാക്കന്മാർ പ്രസംഗിച്ചപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിപക്ഷം പറഞ്ഞു. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഈ സംസ്ഥാനത്തെ ഈ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കുന്ന വ്യക്തി എന്നല്ലേ പറയുകയാണെങ്കിൽ ഈ രണ്ടുപേരും കണക്ക് തന്നെയാണ്. ഏതും അമ്മനും തമന്തമോ എന്ന് പറയാറുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. അതായത് രണ്ട് മുന്നണികളും യഥാർത്ഥത്തിൽ ചെറുകിട ഇടത്തരം കരാറുകാരുടെ പെടലിക്ക് കത്തിവെക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. രാഷ്ട്രീയമായിട്ട് ഞാൻ അവരെ എതിർക്കുന്നതല്ല, എനിക്ക് രാഷ്ട്രീയമൊക്കെ ഉണ്ട്. പക്ഷേ അനുഭവം അതാണ്. നാളെ BJP വന്നാലും ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വൻപന്മാരായി കഴിഞ്ഞിരിക്കുന്നു. ഈ പത്മാസുരന് വരം കൊടുത്തതുപോലെ ഊരാളുകളുടെ എല്ലാവരും കൂടെ താങ്ങി ഇപ്പോൾ ഊരാളുകളെ നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഈ രാജ്യത്ത് പുരോഗതി ഉണ്ടാവണമെങ്കിൽ നമ്മുടെ വ്യക്തമായ കാഴ്ചപ്പാട്. എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ്റെ സമ്മേളനങ്ങളിലൊക്കെ ഞങ്ങളെ പങ്കെടുക്കുമ്പോഴും ഞാൻ പ്രധാനപ്പെട്ട മന്ത്രി ഒരിക്കൽ പറഞ്ഞത്, തൃശ്ശൂർ രാമനിലയത്തിൽ വെച്ചൊരു യോഗത്തിൽ പറഞ്ഞത്, എൻ്റെ മുന്നിൽ 6-7 കല്ലിരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രശ്നമാണ്. എൻ്റെ മുന്നിൽ 6-7 കല്ലിരിപ്പുണ്ട്, അതെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് എന്ത് പ്രയോജനം എന്നാണ്. കഴിഞ്ഞതെല്ലാം മറന്നുകൊണ്ട് ഇന്ന് പുതുതായി തിരഞ്ഞെടുക്കുന്ന പുതിയ കമ്മിറ്റിയെ ഉൾക്കൊണ്ടുകൊണ്ട് ഒറ്റക്കെട്ടായി ശക്തമായ പ്രകടനം നടത്തുവാൻ കഴിയുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കൊരു ഡീവിയേഷൻ ആവശ്യമാണ്. അതാണ് വർഗീസ് കണ്ണമ്പള്ളി പല സ്ഥലത്തും നടത്തിയിട്ടുള്ള വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വളരെ വ്യക്തമായി നമുക്കും കരാറുകാർക്കും അഗ്രികൾച്ചർ മുതൽ ഫിഷറീസ് വരെയുള്ള
എല്ലാ മേഖലകളിലേക്കും നമ്മുടെ ഒരു വ്യവസായ സംരംഭമായി മാറ്റിയെടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അതും നിങ്ങൾ ഓർമ്മയിൽ വെക്കണം. ഈ വൈകിയ വേളയിൽ ഒരു പ്രസംഗത്തിന് സാധ്യതയില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതലും എല്ലാ വിവരങ്ങളും ഇന്ന് സോഷ്യൽ മീഡിയ വളരെയധികം ഡെവലപ്പ് ചെയ്ത ഒരു കാലഘട്ടമാണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് നൽകുന്ന എല്ലാ മെസ്സേജുകളും അല്ലെങ്കിൽ അവിടെ നിന്ന് സ്റ്റേറ്റ് കമ്മിറ്റി നിങ്ങൾക്ക് നൽകുന്ന എല്ലാ വിവരങ്ങളും താഴെ അവസാനത്തെ കണ്ണിയിലെത്തിക്കുവാൻ നിങ്ങൾ ബാധ്യസ്ഥരാണെന്ന ഓർമ്മ നിങ്ങൾക്കുണ്ടാവണം. എല്ലാവരെയും വലുതും ചെറുതും നോക്കാതെ എല്ലാ കരാറുകാരെയും ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് നമുക്ക് ശക്തമായി മുന്നോട്ട് പോകാം. അതിന് തുടക്കം ഇവിടെ നിന്നാണ് ഞങ്ങൾ കുറിക്കുന്നത്. വീണ്ടും കാസർഗോഡ് നിന്ന് ഒരു ശക്തമായ കാൽവെപ്പ് തുടങ്ങിക്കൊണ്ടാണ് നാം ജില്ലയിൽ അങ്ങോട്ട് പ്രവർത്തനം ഫ്യൂച്ചറിൽ നടത്താൻ പോകുന്നത്. അതിൻ്റെ മുന്നോടിയായി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവണമെന്നും ഇവിടെയുള്ള സൊസൈറ്റി മറ്റ് ജില്ലകൾക്ക് ഒരു മാതൃകയാകണമെന്നും കണ്ണൂരൊക്കെ ഉണ്ട്, പാലക്കാടുണ്ട്, അങ്ങനെ പല സ്ഥലത്തും ഉണ്ട്. കേരള ഗവൺമെൻറ് കോൺട്രാക്ട് അസോസിയേഷൻ കേരളത്തിലെ തന്നെ ഏറ്റവും ശക്തമായ കരാറുകാരുടെ ഒരു സംഘടനയാണ്. അങ്ങനെ ഒരു സംഘടനയുടെ ഇങ്ങനെ ഒരു ചടങ്ങിൽ അപ്പോൾ എന്നെ ക്ഷണിച്ചത് എനിക്ക് ഒരു അഭിമാനം. എന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ച ഈ ഭാരവാഹികളെയും സംഘടനയോടും ഉള്ള എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ടുവരാം. അതുകൊണ്ട് ഈ പരിപാടികൾ സംഘടിപ്പിച്ച ഇവിടുത്തെ KGCA സംഘടന ഭാരവാഹികൾക്കും പ്രവർത്തകർക്കൊക്കെ ഞാൻ എൻ്റെ അഭിനന്ദനം അറിയിക്കുകയാണ്. പ്രകാരം നിങ്ങൾ ഇതിൻ്റെ സമ്പദ് വ്യവസ്ഥ കരാർ മേഖല തകർന്നാൽ നമ്മൾ കരാറുകൾ മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ മുഴുവനായിട്ട് ബാധിക്കുന്നതാണ്. ഒരു പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശം വികസിക്കണമെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ബേസായിട്ടൊരു കാര്യമാണ് പശ്ചാത്തല വികസനം. പശ്ചാത്തല വികസനം എന്ന് പറയുമ്പോൾ റോഡ്, ഗതാഗതം, ആ പ്രവൃത്തികൾ വരുന്നത് ഈ പ്രദേശത്ത് പ്രവൃത്തികൾ വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഫണ്ട് അനുവദിക്കുന്നത് പ്രവൃത്തി വരുന്നത്. പ്രവൃത്തി വരുമ്പോഴാണ് കരാറുകാരൻ പിക്ചറിൽ വരുന്നത്. കരാറുകാരൻ പിക്ചറിൽ വരുമ്പോഴാണ് അവിടെ പൈസ ഇറങ്ങുന്നത് പ്രവൃത്തികൾക്ക് വേണ്ടി. മെറ്റീരിയൽസും ലേബറും പണിക്കാരുടെ മൂവ്മെന്റ് ഉണ്ടാകും, വൈബ്രേഷൻ ഉണ്ടാകും. പിന്നെ ഇങ്ങനെ തൊഴിലാളികൾക്കും മെറ്റീരിയൽസിന് നടക്കുന്ന പൈസയാണ് പിന്നെ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സൈക്കിളാണ്. ഇത് ഇങ്ങനെ ഒരു കറങ്ങി വരുന്ന സൈക്കിളാണ്. അപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഭംഗം പറ്റുമ്പോഴാണ് ആ പ്രദേശത്തെ ആകെ വികസനത്തെ അത് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കരാറുകാർ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സമ്പദ്ഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് വരുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട കണ്ണമ്പള്ളി കുറേ പ്രശ്നങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. കുറേ പ്രശ്നങ്ങൾ ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനമായിട്ട് ഒരു കാര്യം ഇപ്പോൾ GSTയുടെ കാര്യം പറഞ്ഞു. GSTയുടെ കാര്യം അദ്ദേഹം പറയുമ്പോൾ തന്നെ നോക്കി എത്രയും ഉപദ്രവകരമായ ഒരു നിയമമായിട്ട് എനിക്ക് തോന്നുന്നത്. കരാറുകാരൻ ബില്ലിടമായി കരാറുകാരൻ തുക അനുവദിക്കുക, സമയബന്ധിതമായിട്ട് കരാറുകാരൻ തുക അനുവദിക്കുകയാണെന്നുണ്ടെങ്കിലല്ല ഈ പ്രശ്നങ്ങൾക്കെല്ലാം മുഴുവൻ പരിഹാരമായി. ഇവിടെ എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ വരുന്നത്? ഒരു ബില്ല് എഴുതി സമർപ്പിച്ചാൽ സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ BDS സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പോൾ സാധാരണയായിട്ട് 6 മാസം 7 മാസം 1 വർഷമൊക്കെ അതിൻ്റെ പേയ്മെൻറ്റ് എത്താൻ വരുന്നത്. ഇതാണ് അതിൻ്റെ കാതലായിട്ടുള്ള പ്രശ്നം. ഈ പ്രശ്നം അവിടെ പരിഹരിക്കാൻ സമയബന്ധിതമായി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ 90% പ്രശ്നങ്ങൾ തീർക്കും. പിന്നെ ഞാൻ മുമ്പ് സർവീസിൽ ജോയിൻ ചെയ്ത് 23 വർഷമായി അവിടെ ജോയിൻ ചെയ്തിട്ട്. ഇതിന് മുമ്പേ സെൻട്രൽ PW ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. സെൻട്രൽ ഗവൺമെൻറ് പിന്നെ ഒരുപാട് ലീവ്സ് ആൻഡ് ബൗൺസ് മുന്നോട്ട് വന്നിട്ടുണ്ട്. അവിടെ ഇപ്പോഴേ നമ്മളിവിടെ മെയിൻ പ്രശ്നം കാണുന്നതാണ് ചെയ്യുന്ന എഞ്ചിനീയറിംഗ് വിഭാഗം, മൂന്നാമത് പ്രവൃത്തി ഏറ്റെടുക്കുന്ന കരാറുകാർ. ഈ 3 വിഭാഗം വെച്ചാൽ ഓരോന്നിനും അതിൻ്റെതായ മുന്നേറ്റങ്ങൾ, അതിൻ്റെതായ വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആകെ ഒരു പ്രശ്നം വരുന്നത് ആ ഫസ്റ്റ് A എന്ന് പറഞ്ഞാൽ ഭരണാനുമതി കൊടുക്കുന്ന ഭാഗമാണ്. അവർക്ക് കരാറുകാരുടെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ട് നിറവേറ്റാൻ കഴിയുന്നില്ല. വീട്ടൊക്കെ നമ്മൾ ഒരുമിച്ച് പഠിച്ചതാണ്. ആന്ധ്രയിൽ ജോലി ചെയ്യുന്ന അവരെ ഒരു കാര്യം പറഞ്ഞിട്ടായിരുന്നു, വിനോദേ നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും അധികം ക്വാളിറ്റി ചെക്ക് നടക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചു. നമ്മൾ എനിക്ക് അറിയില്ല എവിടെയാണ്. അപ്പോൾ അവർ പറഞ്ഞത് ഇന്ത്യയിൽ ഏറ്റവും അധികം ക്വാളിറ്റി ചെക്ക് നടക്കുന്ന പ്രവർത്തികൾ കിഫ്ബി പ്രവർത്തികൾ എന്ന് പറഞ്ഞത്. കിഫ്ബി പ്രവർത്തികൾ എത്ര ക്വാളിറ്റി ചെക്കുകൾ വേറെ ഒരു സംസ്ഥാനത്ത് ഒരു പ്രവർത്തിക്ക് നടക്കുന്നില്ല. നേരത്തെ മുൻകാലങ്ങളിൽ റെയിൽവേയിൽ നിന്ന് നടന്നുവന്നിട്ടായിരുന്നു. റെയിൽവേ എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആയിട്ട് സീരിയസ് ആയിട്ട് വർക്കാണ്. കാരണം അത് പോയിന്റ് ലോഡാണ്. റെയിൽവേയിൽ നമ്മൾ ട്രാക്കും അതിൻ്റെ എംബാങ്ക്മെൻറ്റ് ബേസ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ചെറിയൊരു സെറ്റിൽമെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആകാതെ പ്രശ്നം വരും. നമ്മൾ റോഡിൽ കുഴി കണക്കില്ല. റോഡിൽ കുഴി വന്നാൽ നമുക്കത് വാഹനം ഡൈവേർട്ട് ചെയ്ത് പോകാൻ പറ്റും കാര്യങ്ങൾ. പക്ഷേ റെയിൽവേൻ്റെ എംബാങ്ക്മെൻറ്റ് നിർമ്മിക്കുന്ന വെച്ചാൽ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട, ലെയർ ബൈ ലെയറായി കോമ്പാക്ട് ചെയ്തിട്ട് എല്ലാ ടെസ്റ്റ് ഡെൻസിറ്റി എല്ലാം ടെസ്റ്റ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവിടെയാണ് ഏറ്റവും അധികം ടെസ്റ്റ് നടക്കുന്നത്. അതിനേക്കാളും കൂടുതൽ ടെസ്റ്റ് നടക്കുന്ന ഒരു സംരംഭമാണ് കിഫ്ബി KRFP എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ വരെ നമ്മൾ ഈ നാട്ടിലെ കരാറുകാരെ ജോലി ചെയ്ത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് മുന്നോട്ട് വന്നിട്ട് പേയ്മെൻറ്റ് കൊണ്ടുപോകുന്നുണ്ട്. കമ്പയർ നോക്കുമ്പോഴും ഏറ്റവും നല്ല ക്വാളിറ്റിയിലെ കരാറുകാർ ഈ കേരളത്തിലാണ്.
പ്രശ്നം ഒന്ന് തന്നെയാണ് സമയബന്ധിതമായി പേയ്മെൻറ്റ് കൊടുക്കുക. ഈ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ മറ്റ് കാര്യങ്ങളിലേക്ക് എനിക്ക് കൂടുതൽ പിന്നെ നിങ്ങളുടേതായ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും. പക്ഷേ നമ്മൾ പിന്നെ ഞങ്ങൾക്കൊരു നിങ്ങളൊരു ഉപദേശമായിട്ട് വൈകിയ വേളയിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഒരുപാട് മുന്നോട്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് സംഘടനാ തലത്തിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാം. റിട്ടയർഡ് ഹാൻഡ്സിനൊക്കെ വെച്ചിട്ട് ഏറ്റവും വളരെ ഡീപ്പായിട്ട് സ്ട്രക്ചർ ഡിസൈനോ കാര്യങ്ങളൊന്നും മനസ്സിലാക്കണ്ട, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പഠിക്കണം. അത് നിങ്ങൾ റിട്ടയർഡ് ഹാൻഡ്സിൽ വെച്ച് നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ അക്കൗണ്ട്സ് സംബന്ധിച്ച് ഡിവിഷൻ അക്കൗണ്ടിനോ അല്ലെങ്കിൽ ഫിനാൻസ് ഓഫീസറെ വെച്ചിട്ട് അതായത് PWയുടെ അക്കൗണ്ട്സ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ആ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം. അതേപോലെ പിന്നെ ഇടത്തരം ഞാൻ എപ്പോഴും എയിം ചെയ്യുന്നത് ഒരു ഇടനിലക്കാരെയാണ്, ഒരു B ക്ലാസ് C ക്ലാസ്സിലെ കരാറുകാരെയാണ്. കാരണം A ക്ലാസ് കരാറുകാരനെ കുറിച്ച് പൂർണ്ണമായിട്ടും ബോധമുണ്ട്. B ക്ലാസ് C ക്ലാസ് കരാർ വെച്ചാൽ മിനിമം ആയിട്ട് അവരുടെ കയ്യിൽ ഇന്നിപ്പോൾ എപ്പോഴും പ്രശ്നങ്ങൾ വരുന്നത് വെച്ചാൽ കോൺക്രീറ്റിന്റെ ക്വാളിറ്റി കാര്യങ്ങൾ ഇല്ലാന്ന് പറഞ്ഞിട്ടു. നിങ്ങളുടെ കയ്യിൽ മിനിമമായിട്ട് വേണ്ടത് ഒരു ട്യൂബ് ടെസ്റ്റിംഗ് മെഷീൻ, അത് ഇലക്ട്രിക്കൽ ഓപ്പറേറ്റർ വേണമെന്നില്ല, സാധാരണ മാനുവൽ ഓപ്പറേറ്റഡ് ആയിട്ട് ട്യൂബ് ടെസ്റ്റിംഗ് മെഷീൻ വേണം. പിന്നെ 2-3 സീൽസ് വേണം. അപ്പോൾ എന്ത് പരാതി വന്നാലും നമ്മളൊരു ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം M15 കോൺക്രീറ്റ് M20 M25 എന്താണ് മിനിമം ബേസിക്. M20 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, അതിലെത്ര ടെസ്റ്റ് ചെയ്യണം, ഇതെന്നെ ടെസ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് 20 കൂടുതൽ വാല്യൂ കിട്ടി, നിങ്ങൾക്കൊന്നും പേടിക്കണ്ട. ചില സമയത്ത് ഇങ്ങനെ ചോദ്യം വന്നു, സിമെന്റ് ക്വാളിറ്റി പോരാ, മെറ്റീരിയൽ ക്വാളിറ്റി പോരാ, അഗ്രിഗേറ്റ് സീവ് ക്ലിയർ അല്ല, അതൊക്കെ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ് നിങ്ങൾക്ക് സ്ട്രെങ്ത് കൂടുതൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ M20 കോൺക്രീറ്റ് ആണ് ടെസ്റ്റ് ചെയ്യുമ്പോൾ M23 കിട്ടിയെന്ന്. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ സർക്കാർ ഒരു കാര്യം ചിന്തിക്കണം. നമ്മളെ കൊണ്ട് ഇപ്പോൾ എഗ്രിമെന്റ് വെപ്പിക്കുമ്പോൾ 1% നമ്മളിൽ നിന്നും ഈടാക്കുന്നു. എന്തിനു വേണ്ടിയാണ് അത് ഈടാക്കുന്നത്? നമ്മൾ 15 രൂപ സ്റ്റാമ്പ് പേപ്പറിൽ ഞങ്ങൾ എഗ്രിമെന്റ് വെച്ച് വർക്ക് തീർത്തു കൊടുത്ത കാലം ഇവിടുത്തെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ അബ്ദുറഹ്മാൻ പോലും നന്നായി അറിയുന്ന കാര്യങ്ങളാണ്. എന്നിട്ടും വർക്ക് തീർക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ആ വർക്കിനൊരു കേട് സംഭവിക്കുകയോ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ഡെപ്പോസിറ്റ് സ്ഥിതിയും. 5 കൊല്ലം കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഡെപ്പോസിറ്റ് തിരിച്ചു തരുന്നത്. നമ്മുടെ ബില്ലെവിടെ കിടന്നാലും നമുക്ക് ഡെപ്പോസിറ്റ് തിരിച്ചു കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആ ഡെപ്പോസിറ്റ് 6 മാസം കഴിഞ്ഞെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടിയാൽ അത് നമുക്ക് മറ്റുള്ള പ്രവർത്തികൾക്ക് ഉപയോഗിക്കാൻ കഴിയും. അതുപോലും ഈ ഗവൺമെൻറ് ചെയ്തു തരുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥനയായിട്ടാണ് എനിക്കിത് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ KGCA കണ്ണൂർ ജില്ലയിലെ ഒരു കാര്യം ഞാൻ പറയാം. കണ്ണൂർ ജില്ലയിൽ 2006 കണ്ണൂർ ജില്ലയിൽ സംഘടന രൂപീകരിച്ചത്. അത് ശ്രീ ടി അബ്ദുറഹ്മാൻ ഹാജിയുടെ ഫ്ലാറ്റിൽ വെച്ചാണ് ഞങ്ങൾ സംഘടന. ഇദ്ദേഹം പറഞ്ഞു കൊടുക്കാറുണ്ട്, നിങ്ങൾക്ക് പണ്ടത്തെ കഴിഞ്ഞ മന്ത്രിസഭയിലുണ്ടായ പൊതുമരാമത്ത് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിനോടുള്ള പല കാര്യങ്ങളും അദ്ദേഹം കരാറുകാരെ വളരെ മോശമായ രീതിയിൽ കണ്ട ഒരാളാണ്. അവസാന ഘട്ടമാകുമ്പോഴേക്കും കരാറുകാരെ സുഹൃത്തുക്കളെ പോലെ കണ്ട ഒരു മന്ത്രിയായി മാറ്റുന്നതിൽ അങ്ങേയറ്റം പങ്കുവഹിച്ച ഒരാളാണ് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ്. അതുകൊണ്ട് സംഘടനയെ ശക്തിപ്പെടുത്തി എല്ലാവരും ഇതിലേക്ക് കൊണ്ടുപോകണമെന്ന് അഭ്യർത്ഥിക്കുകയും ഇതിന് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ചെറുഭാഷണം അവസാനിപ്പിക്കും. ഇനി 5 വർഷക്കാലം 6 വർഷത്തോളം നമ്മൾ GST ഓഡിറ്റിങ്ങിന് വിധേയമാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സത്യത്തിൽ ഞാൻ അടക്കമുള്ള എല്ലാ കരാറുകാരനും വഹിക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതിൽ സംശയമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് കണ്ണമ്പള്ളി സാർ നേരത്തെ പറഞ്ഞു, തിരുവനന്തപുരത്ത് ഒന്നിനെത്തിയ ഒരു സംഘടനയാണ് KGC. 2002 ശേഷം കേരള കോൺട്രാക്ടർ അസോസിയേഷൻ നല്ല നിലയിൽ സ്റ്റേറ്റ് തലത്തിലും കാസർഗോഡ് ജില്ലയിലും പ്രവർത്തിക്കുമെന്നതിൽ സംശയമില്ല. നമ്മളെല്ലാവരുടെയും സഹകരണമാണ് അവർ അഭ്യർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഇവിടെ ഒരു പുതിയ കമ്മിറ്റി നിലവിൽ വരാൻ വരും. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള പ്രസംഗത്തിൽ പറഞ്ഞു കഴിഞ്ഞാണ്. ഞാൻ അക്കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും ഇന്ന് ഒരു കാലത്ത് കരാർ മേഖല കോൺട്രാക്ടർ എന്ന് പറയുമ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു റെസ്പെക്റ്റ്, പൊതുസമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന ആ സ്വീകാര്യത ഇന്നില്ലാതായി വരികയാണ്. അതിനൊക്കെ കാരണം എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കുണ്ടായിട്ടുള്ള ആ സൽപ്പേരും ആ സ്വീകാര്യതയും നാം തന്നെയാണോ കളഞ്ഞു കുളിച്ചതെന്ന് നമ്മൾ ഒരു വട്ടം കൂടി നമ്മുടെ നെഞ്ചിലേക്ക് ചൂണ്ടിക്കൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുമൂലമുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ, ഓരോരുത്തരും കോടിക്കണക്കിന് രൂപ
ബാങ്കിൽ നിന്നും ഓടിയെടുത്ത് ഒരു 10 കോടി രൂപയുടെ വർക്കാണെങ്കിൽ അതിൻ്റെ 8 കോടി രൂപ ബാങ്കിൽ നിന്ന് ഓടിയെടുത്ത് അതുകൊണ്ട് എവിടെയും എത്താത്ത ഒരവസ്ഥ. തിരിച്ച് വീണ്ടും ആ ലോൺ എടുക്കുന്നതിന് വേണ്ടി വീണ്ടും ഒരു വർക്ക് എടുക്കുന്നു. ഇങ്ങനെ നിരന്തരം ദുരിതത്തിലേക്ക് വീണ്ടും കൊണ്ടിരിക്കുന്ന ഒരാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വേണം. ഇത് പി ഡബ്ല്യു റോഡ്സിലും ബിൽഡിങ്സും ഒക്കെ ബിൽഡിംഗ് കിട്ടാതിരിക്കുമ്പോൾ അക്കരെ വെച്ച എന്ന നിലയിൽ സർക്കാർ പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാരിൻ്റെ 50% വീതം തന്ന് ബാക്കി 50% കേരള സർക്കാർ, അവിടെയും ഇതിനേക്കാൾ വലിയ ദുരന്തം പേറുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഒട്ടനവധി കരാറുകാർ ഇന്ന് ആത്മഹത്യയുടെ വക്കീലാണ്. ഇതിനൊക്കെ നമുക്ക് ഒരു പരിഹാരം കാണേണ്ടതുണ്ട്. മാത്രമല്ല ഈ സമയബന്ധിതമായിട്ട് അവർക്ക് പ്രവൃത്തി പൂർത്തീകരിക്കാൻ വേണ്ടി അവർ നിർബന്ധിപ്പിക്കും. നമ്മളെ ഓരോ കരാറുകാരെയും എഴുത്തുകളുടെയും അതുപോലെ തന്നെ സാധാരണ ഒരു ജലജീവൻ പദ്ധതി എടുക്കാൻ പോകുമ്പോൾ അവിടുത്തെ പ്രാദേശിക ഭരണസമിതികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അവിടുത്തെ മെമ്പർമാർ, നാട്ടുകാർ, MLA മാർ, അതുപോലത്തെ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും നിരന്തരം വിളിച്ച് ശല്യം ചെയ്ത് ഒരു ഭാഗത്താണെങ്കിൽ ബില്ല് കിട്ടുന്നില്ല. ഒരു ജലജീവൻ പദ്ധതി നമ്മൾ തുടങ്ങുന്ന പദ്ധതിയുടെ 60% അതിൻ്റെ മെറ്റീരിയൽസ് വാങ്ങാൻ വേണ്ടി മാത്രം ചെലവഴിക്കുന്നു. ഈ മെറ്റീരിയൽസ് വാങ്ങിയിട്ടോ റോഡരികിൽ കൊണ്ടിറക്കിയാലും അതിൻ്റെ വർഷങ്ങളായിട്ട് ഇന്നിപ്പോൾ ഒരു വർഷത്തോളമായി പേയ്മെൻറ്റ് കൊടുക്കാതെ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ കരാറുകാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു അറുതി വരുന്നത് എങ്ങനെയാണ്? മാത്രമല്ല ടൈം എക്സ്റ്റൻഷന് പോയാൽ, കാരണം അവരുടെ കാരണം കൊണ്ടായിരിക്കും ഒരുപക്ഷെ നമുക്ക് പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിക്കാത്തത്. അഗ്രിമെൻറ്റിൽ പറയുന്ന പോലെ 10% മാത്രമാണ് ഒരു കരാറുകാരന്. ഇത് ശക്തമായ ഒരു നിലപാട് നമ്മുടെ കരാർ സുഹൃത്തുക്കൾ, കരാർ മേഖലയിലുള്ളവർ, ഈ സംഘടനകൾ എടുത്തില്ലെങ്കിൽ വലിയൊരു വിപത്തിലേക്കായിരിക്കും നമ്മൾ പോവുക എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നിവേദനമായിട്ടെങ്കിലും ഈ യോഗത്തിൻ്റെ ഒരു പ്രമേയമായിട്ടെങ്കിലും ഇതിനെ കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ സർക്കാരിലേക്ക് ഒരു പ്രമേയം അല്ലെങ്കിൽ സർക്കാരിലേക്ക് ഒരു നിവേദനം കൊടുക്കാൻ വേണ്ടി ഈ യോഗം തീരുമാനിക്കണം. അതുപോലെ തന്നെ GST കാര്യത്തിൽ ബഹുമാനപ്പെട്ട കണ്ണമ്പള്ളി സാർ ഇവിടെ സൂചിപ്പിച്ചു. ഇപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്ക് അർജന്റ് ഉണ്ടാവായിരിക്കും. നമ്മൾ ബില്ലെത്തിക്കാൻ വേണ്ടി ഒരു AE സമീപിക്കുന്നു, ബില്ല് എഴുതാൻ വേണ്ടി പറയുന്നു. ഏകദേശം 1 കോടി രൂപയുടെ ബില്ലായിട്ട് പ്രവൃത്തി ആയിട്ടുണ്ടാവാം. 1 കോടി രൂപയുടെ ബില്ല് എഴുതുന്നു. ആ ബില്ല് എഴുതിയ ബുക്കിൽ റെക്കോർഡ് ചെയ്ത സമൻസ് വന്നിരുന്നു. സമൻസ് വന്നപ്പോൾ ഞാൻ അതിന് ഹൈക്കോടതിയിൽ നോട്ടീസ് ഫയൽ ചെയ്തു. എനിക്കത് ഇപ്പോൾ ഓർഡറായിട്ടുണ്ട് GST തരാൻ വേണ്ടിയിട്ട്. ഈ കാര്യം ഞാൻ കണ്ണൂരിലെ സെൻട്രൽ GST ഓഫീസറുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് വളരെ പ്രാകൃതമായ ഒരു നിയമമാണ്, ഞങ്ങൾക്ക് അറിയാം. പക്ഷെ ഞങ്ങൾ നിങ്ങളോട് പറയൽ എങ്ങനെയാണ്? നിങ്ങൾ തന്നെ അത് കോടതിയിൽ കണ്ട് കോടതിയിൽ സമീപിച്ച് കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് വാങ്ങിയാൽ തീർച്ചയായിട്ടും ഇതിനെതിരെ ഒരു നിയമം കൊണ്ടുവരാൻ GST കൗൺസിൽ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആരും ഇതിന് മെനക്കെടുന്നില്ല. നമ്മൾ വ്യക്തിപരമായിട്ട് പേഴ്സണൽ പോയാൽ കിട്ടുന്നതിനേക്കാളും ഒരു പ്രയോറിറ്റി സംഘടന തലത്തിൽ പോയാൽ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ GSTയുടെ കാര്യത്തിലും അതുപോലെ തന്നെ ജലജീവനിൽ പോയി കുടുങ്ങി കിടക്കുന്ന കോൺട്രാക്ടർമാരുടെ കാര്യത്തിലും പ്രത്യേകിച്ച് ഈ സംഘടന അതിന് താല്പര്യം കാണിക്കണം. അതിന് ഒന്ന് എടുത്തു പറയുന്ന ഒരു കാര്യം, അവർക്ക് ടൈം എക്സ്റ്റൻഷൻ, ഫൈൻ വിത്തൗട്ട് ഫൈൻ, കാരണം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ബിസിനസ്സിൽ ഡൈവേഷൻ വേണമെങ്കിൽ ആ രീതിയിലും ആലോചിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പുതിയ പദ്ധതികൾ നമ്മൾ കൂട്ടായി ആലോചിച്ചുകൊണ്ട് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഉള്ളത്. ഇവിടെ നമ്മുടെ കാലം ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധത കൂടിയുണ്ട്. നേരത്തെ MLA സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചെയ്യുന്ന പ്രവൃത്തി 100% ക്വാളിറ്റിയിൽ നമ്മളെ സമൂഹത്തിന് നേരത്തെ ഉണ്ടായിരുന്ന ചില കുറച്ച് പേരുദോഷങ്ങൾ മാറ്റിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്ന് ഈ ഒരാളെങ്കിലുള്ള കുറേയധികം ഗുഡ് സർട്ടിഫിക്കറ്റുകൾ നമുക്ക് നമ്മുടെ ആളുകളിൽ പല ആളുകൾക്കും ഉണ്ടെങ്കിലും അതൊന്നും എവിടെയും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അതിനെ കൂടി നമ്മൾ സമൂഹത്തിലേക്ക് എത്തിച്ചുകൊണ്ട് നമ്മുടെ വർക്ക് ഒരാൾക്കെല്ലാം വെല്ലുന്ന രീതിയിലുള്ള വർക്കുകളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതിൽ 1-2 പ്രകൃതിക്ഷോഭം പോലുള്ള പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന വിഷമങ്ങൾ ആണ് ഇപ്പോൾ നമ്മളെ മോശമാക്കി ചിത്രീകരിക്കപ്പെടുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റിയുള്ള ഒരു നല്ല പഠനത്തോടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് നമ്മുടെ സംഘടന വളരെ വിപുലമായ പദ്ധതിയായിട്ട് തന്നെ ഞങ്ങളെപ്പോലെയുള്ള കുറേ കരാറുകാർക്ക് നല്ല അനുഭവങ്ങളുള്ളതാണ്. ഞാനൊക്കെ ആദ്യകാലം വർക്കെടുക്കുന്ന സമയത്ത് കയ്യിൽ നിന്ന് പോകുമെന്ന് വിചാരിച്ച വർക്കുകളൊക്കെ ജാസ്മിൻ ആജിഖാൻ്റെ സ്വാധീനം എന്ന് പറയാം, അല്ലെങ്കിൽ മൂപ്പരെ സപ്പോർട്ട് എന്ന് പറയാം. ഞാനൊക്കെ വിട്ട കേസ് PQ തള്ളിയ കേസൊക്കെ മൂപ്പരൊക്കെ സംഘടന മെമ്പേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്കൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് വാങ്ങി തന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മുടെ പ്രശ്നമെന്ന് വെച്ചാൽ കണ്ണമ്പള്ളി സാർ നിരന്തരം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു 10-20 വർഷം മുമ്പ് നമ്മളിപ്പൊക്കെ ഫാദർ കോൺട്രാക്ടർ വർക്ക് എടുക്കുന്ന സമയത്തൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു.
അതിനേക്കാളും വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. ഒന്നാമത് ഇപ്പോൾ റഷീദാജ് പറഞ്ഞ വാട്ടർ അതോറിറ്റിയിൽ ഞങ്ങളൊക്കെ പെട്ടെന്ന് പേയ്മെൻറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് 5 കോടിയുള്ള ആളെയും 10 കോടിയുള്ള ആളെയും 100 കോടിയിലും 150 കോടിയിലും വർക്കാണ്. അപ്പോൾ ഒരു തരത്തിലും നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. 3 ദിവസം കിട്ടുന്ന പൈസനെ ഞാനൊക്കെ പോയിട്ട് ഒരു ദിവസം കൊണ്ട് കിട്ടാൻ 10-20 ചിലവാക്കിയിട്ട് ഒരു ദിവസം കൊണ്ട് തിരുവനന്തപുരം പോയിട്ട് വാങ്ങിച്ചുകൊണ്ടേനും. ആ ബില്ലിപ്പോൾ 10 മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുന്നത്. സാറിന് അറിയുമെന്നറിയില്ല, ഡിപ്പാർട്ട്മെൻറ്റിനോട് ഫൈറ്റ് ആക്കിക്കൊണ്ട് 40 കോടിയുടെ ഒരു വർക്കിന് 3 കോടിയാണ് അവർ ഫൈന് പിടിച്ചിട്ടുള്ളത്, അവർ കോടതിയിൽ പോയ കാരണത്താൽ. അപ്പോൾ നമ്മളെല്ലാം പറയുന്നുണ്ട് അതിന് നമുക്ക് ഫണ്ട് കിട്ടുന്നില്ല, ഫണ്ട് തരുമ്പോൾ വർക്ക് എടുത്താൽ മതി, പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ എക്സ്റ്റൻഷന് പോകുമ്പോൾ ഓരോ പീരീഡ് വെച്ചിട്ട് ഓരോ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും കഴിയണം. കാര്യങ്ങളെക്കുറിച്ച്, സംഘടനയുടെ കാര്യങ്ങളെക്കുറിച്ച് സംസ്ഥാന പ്രസിഡന്റ്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് കൊണ്ട് 2 MLA-മാരും ഒക്കെ മറ്റു കാര്യങ്ങളെക്കുറിച്ച്, എഞ്ചിനീയറിംഗ് വിഭാഗത്തെക്കുറിച്ച് ശ്രീ വിനോദ് സാർ അടക്കം ഇവിടെ വളരെ വിശദമായി കാര്യങ്ങൾ സംസാരിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനിയും കൂടുതലായി കൊണ്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായും കേരളത്തിലെ കരാറുകാരുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ചുകൊണ്ടും പ്രയാസങ്ങളുണ്ടും അവരുടെ പ്രവർത്തനങ്ങളുമായി കൊണ്ട് മുന്നോട്ട് പോകാൻ ഈ സംഘടന കഴിയുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ്. ഞാൻ മനസ്സിലാക്കുന്നു, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ജില്ലാ സെക്രട്ടറി ആയിട്ട് കുറേ കാലം ഞാൻ പ്രവർത്തിച്ചിട്ട് പരിചയമുണ്ട്. ആ പരിചയത്തിൻ്റെ പേരിൽ തന്നെ പറയട്ടെ, കേരളത്തിലെ കരാറുകാർക്ക് എന്തെങ്കിലും പറയാനും അതുപോലെ തന്നെ കരാറുകാരുടെ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാനും ബഹുമാന്യനായ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് എപ്പോൾ വിളിച്ചാലും ഫോൺ എടുത്തുകൊണ്ട് ഓരോ കരാറുകാരനെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു പ്രസിഡന്റ് നമുക്കുണ്ട് എന്നത് വളരെ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കും. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും യാതൊന്നും നോക്കാതെ ഏത് കഴിയുന്നതിൻ്റെ പരമാവധി ചെയ്തു കൊടുക്കാനുള്ള ഒരു നമ്മുടെ സ്വന്തം ഒരാളായിട്ടാണ് ജാസ്മിൻ ആഗ്രഹിച്ച ഇടയുള്ളത്. അതുകൊണ്ട് തന്നെ കാസർഗോഡ് ജില്ലയിലെ കരാറുകാർക്ക് നമ്മളെല്ലാവരും ഒത്തൊരുമയോട് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് സംശയമില്ല. നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും എന്നും ഉണ്ടാവണമെന്ന് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഘട്ടത്തിൽ പോലും നമുക്ക് അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മുടെ സൊസൈറ്റിയെ വിപുലമാക്കുവാനും നമുക്ക് കരാറുകാർക്ക് ആവശ്യമുള്ള ഏത് ഫണ്ടും ആ സൊസൈറ്റിയിൽ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വർക്കിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ സ്വത്ത് സെക്യൂരിറ്റി ആയിട്ടും അതുപോലെ തന്നെ ബിൽഡിങ്ങുകൾ സെക്യൂരിറ്റി ആയിട്ടും തന്നെ സെക്രട്ടറി മാർക്ക് മുഹമ്മദ്, ട്രഷറർ സുനീഫ്, എല്ലാവരെയും ഒന്നിച്ച് സഹകരിച്ച് നമ്മുടെ സംഘടനയെ മുമ്പിലോട്ട് കൊണ്ടുപോകാനും അതുപോലെ തന്നെ നമ്മൾക്ക് വേണ്ട അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി നേതാക്കളെ നമ്മൾ ബന്ധപ്പെടുകയും എന്താണ് നമ്മളുടെ പ്രശ്നങ്ങൾ അത് അവതരിപ്പിക്കുകയും ജാസ്മിൻ ഹാജി, അതുപോലെ തന്നെ ഞാൻ സ്വാഗതം പറയുമ്പോൾ ഇല്ലാത്ത 2-3 പേര് കൂടെ വന്നിട്ടുണ്ട്. നമ്മൾക്കൊക്കെ ഏറെ ബഹുമാനിക്കുന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിൽഡിങ്സ് സജിത് സാറ്, അതുപോലെ തന്നെ എനിക്ക് സാറ്, രാജീവൻ സാറ്, അതുപോലെ തന്നെ ക്വാളിറ്റി. നമുക്ക് എല്ലാവർക്കും അറിയാം, വികസന പാതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചക്രം, ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ് പൊതുമരാമത്ത് എഞ്ചിനീയേഴ്സും കോൺട്രാക്ടേഴ്സും. ആ നാണയത്തിൻ്റെ 2 വശങ്ങളായിരിക്കെ നമ്മൾ രണ്ടും തുല്യമായ പങ്ക് വികസനത്തിൽ വഹിക്കുന്ന കണ്ണികളാണ് കോൺട്രാക്ടേഴ്സും എഞ്ചിനീയേഴ്സും. ഒരു പരിധി വരെ പറയുകയാണെങ്കിൽ അതിൻ്റെ സിംഹത്തിൻ്റെ ഭാഗമുള്ളത് കോൺട്രാക്ടർ തന്നെയാണ്, നാണയത്തിൻ്റെ ഭാഗം മാത്രമാണ് എഞ്ചിനീയർ. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രവൃത്തിയുടെ എല്ലാ വളരെയധികം ഗവൺമെൻറ്റിന് സഹായം നൽകിയിട്ടുണ്ട്. പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ ഈ സമ്മേളനത്തിന് ഒരു ആശംസ നേരുമ്പോൾ കൂടുതലായിട്ട് എനിക്ക് സംസാരിക്കാനുള്ളത്
ഡെവലപ്ഡ് കൺട്രി ആവാൻ വേണ്ടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പം ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ കേരളത്തിൽ നമുക്ക് പുതിയ പുതിയ പദ്ധതികൾ വരുമ്പോൾ അതിൻ്റെ സാങ്കേതികത കൂടി നല്ല രീതിയിൽ രാവിലെ 10 മണിക്ക് തന്നെ 10:30 മണിക്ക് തന്നെ നമ്മുടെ പരിപാടി തുടങ്ങുകയും MLA-മാരും രാഷ്ട്രീയ നേതാക്കന്മാരുമൊക്കെ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ കരാറുകാർ ഇന്ന് വളരെയധികം പ്രതിസന്ധി ഘട്ടത്തിലൂടെ ഇവിടെ അറിയിക്കുന്നതിനായി ഒരു പേപ്പർ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുണ്ടെങ്കിലും അതിൽ സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതാണ്. അദ്ദേഹം അതിനുള്ള പരിഹാരം നിങ്ങൾക്ക് ഉണ്ടാക്കി തരുമെന്ന് മാത്രമാണ്. ഇവിടെ പുതുതായി ഒരു കമ്മിറ്റി തെരഞ്ഞെടുത്തിട്ടുണ്ട്. ആ കമ്മിറ്റിക്ക് നിങ്ങളുടെ പൂർണ്ണമായ സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കോമനായ കാസർഗോഡിന്റെ MLA എന്നെ നൽകുന്നവർക്കാണ്. അദ്ദേഹത്തിന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ തന്നെ വേദിയിൽ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്ന CH കുഞ്ഞമ്പു MLA, അതുപോലെ തന്നെ ഇപ്പോൾ വേദിയിലുള്ള ഓരോരുത്തരും പേരെടുത്ത് പറയുന്നില്ല, രാവിലെ തുടങ്ങിയതുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കാസർഗോഡിന്റെ മണ്ണിൽ മാജിക് ലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ 2024 എത്തുന്നു. കടലിനടിയിലെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ നിങ്ങളെ വിസ്മയിപ്പിച്ചിട്ടുണ്ടോ? കടലിനടിയിലൂടെ നിങ്ങൾ യാത്ര ചെയ്തിട്ടില്ല എങ്കിൽ ഇതാ നിങ്ങൾക്കൊരു സുവർണ അവസരം. 12,000 ചതുരശ്ര അടി തീർത്ത കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഗ്ലാസ് തുരങ്കം, ഗ്ലാസ് അക്വേറിയം, ഡിസ്നി മാജിക് ഷോ, ബേഡ്സ് ഷോ, കടൽ കൊട്ടാരം, അമ്യൂസ്മെന്റ് പാർക്ക്, കൂടാതെ നിങ്ങളുടെ നാവിൽ രുചിയൂർന്ന വിഭവങ്ങളുമായി 5,000 ചതുരശ്ര അടിയിൽ തീർത്ത ഫുഡ് കോർട്ട് എന്നിങ്ങനെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ലോകോത്തര നിലവാരമുള്ള ഈ മാജിക് ലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയിലേക്ക് ഈ നാട്ടിലെ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
കാസർഗോഡിന്റെ മണ്ണിൽ ചരിത്രം കുറിക്കാനായി ഇതാ മറ്റൊരു വർണ്ണ പ്രപഞ്ചമെത്തുന്നു. ഒക്ടോബർ 31 മുതൽ കാസർഗോഡ് വിദ്യാനഗറിൽ പ്രിൻസ് ഗാർഡൻ ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുന്ന ആവേശവും ആനന്ദവും ഉണർത്തുന്ന മാജിക് ലാൻഡിന്റെ അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയിലേക്ക്, കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളുടെ ലോകത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രജ ഈവന്റ് സംഘടിപ്പിക്കുന്ന മാജിക് ലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ 2024 കാസർഗോഡിനെ കടലിന്റെ കാണാ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. City Gold, Gold and Diamonds, Kerala and Karnataka. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service.